നമ്മുടെ കുട്ടികൾക്ക് പ്രിയപ്പെട്ട ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, പൊട്ടാറ്റോ സ്പൈറൽ അല്ലെങ്കിൽ പൊട്ടാറ്റോ ട്വിസ്റ്റർ എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. നമ്മൾ പുറത്ത് പോകുമ്പോൾ പാർക്കിലോ ബീച്ചിലോ അല്ലെങ്കിൽ മാളുകളിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ ഇത് കാണാറുണ്ട്. ഈ സാധനം നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റും. അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ സ്പൈറൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതേപോലുള്ള 3 ബാംബൂ സ്റ്റിക്സും വേണം. നമ്മൾ മുമ്പ് ചിക്കൻ ടിക്കയുടെയൊക്കെ റെസിപ്പി ചെയ്തപ്പോൾ യൂസ് ചെയ്തില്ലേ, അതേപോലത്തെ സെയിം ബാംബൂ സ്റ്റിക്സ് തന്നെയാണ് വേണ്ടത്. ഇനി നമുക്ക് ഈ പൊട്ടാറ്റോയിലൂടെ ഈ ബാംബൂ സ്റ്റിക്സ് ഒന്ന് കയറ്റിയെടുക്കണം. പിന്നെ അതേപോലെ നമ്മൾ ഈ പൊട്ടാറ്റോയുടെ തൊലി കളയുന്നില്ല കേട്ടോ, തൊലി കളയാതാണ് ഇവിടെയൊക്കെ ഉണ്ടാവാറും. ഇനി തൊലി കളയണമെന്നുണ്ടവർക്ക് കളയാം. എന്തായാലും നല്ലോണം വാഷ് ചെയ്ത് തുടച്ചിട്ട് വേണം പൊട്ടാറ്റോ എടുക്കാൻ. ഇനി ഇതിൽ കയറ്റുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇതേപോലെ പതുക്കെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് വേണം കയറ്റാനും. നേരെ കയറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സ്റ്റിക്ക് ഒടിഞ്ഞു പോകും കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ 3 പൊട്ടാറ്റോയും ഇതേപോലെ ഇതിൽ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ആ സ്പൈറൽ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്യാൻ നമുക്ക് പല രീതിയിൽ നമുക്ക് എങ്ങനെ കംഫർട്ടബിൾ ആണോ അങ്ങനെ കട്ട് ചെയ്യാൻ. വേണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഈ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ ഈ പൊട്ടാറ്റോ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ ചെയ്യാം. പിന്നെ ഇത് ചെയ്യുമ്പോൾ ഇത് തമ്മിൽ ജോയിൻ്റ് ആയി പോരുത്, അതായത് ഇത് സെപ്പറേറ്റ് ആയി പോകരുത് ഓരോ റിങ്ങും. നമുക്ക് ആ സ്പൈറൽ ഷേപ്പിൽ കിട്ടണമെങ്കിൽ കത്തി ഒന്ന് പതുക്കെ ഇങ്ങനെ ചെരിച്ച് കൊടുത്തിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത ഭാഗത്ത് തട്ടാതെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനും. അപ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക, കാരണം ഈ ഒരു ഷേപ്പാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. അതാണ് ആ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്നതും ഇതിന് ഇങ്ങനെ ഒരു പേര് വരാനും ഒക്കെ കാരണം ഈ ഒരു ഷേപ്പ് കൊണ്ടാണ്. ആ ഷേപ്പും ഇതിലിങ്ങനെ കോർത്തിട്ടും ആയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു പേരും ഒക്കെ വരാൻ കാരണം കേട്ടോ. അതുകൊണ്ട് അത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരുപാട് കട്ടി കുറയ്ക്കാൻ വേണ്ട, എന്നാൽ നല്ല കട്ടി വേണ്ട, ഒരു മീഡിയം തിക്നെസ്സിൽ വേണം നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാൻ കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യാം. ആദ്യത്തേത് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വന്നാൽ രണ്ടാമത്തേതൊക്കെ ആകുമ്പോൾ ശരിയായിക്കോളൂ കേട്ടോ, കട്ട് ചെയ്ത് ശീലമാകുമ്പോൾ. ഇപ്പോൾ ഞാനിത് ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ കുറച്ചൊന്ന് ദൂരേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം. ദൂരേക്കല്ല, കുറച്ചൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് പതുക്കെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് വേണം നീക്കി കൊടുക്കാൻ. നേരെ നീക്കിയാൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോകും. അതുകൊണ്ട് തന്നെ പതുക്കെ വേണം ഇതൊക്കെ ചെയ്യാൻ കേട്ടോ, കാരണം ഇത് പൊട്ടിപ്പോയാൽ പിന്നെ ഒരു രസം ഉണ്ടാവില്ല. അതിൻ്റെ ഞാൻ പറഞ്ഞില്ല, ആ ഷേപ്പാണ് അതിൻ്റെ മെയിൻ. അപ്പോൾ ഇത് പതുക്കെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിതിങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ഇതിലും ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും ഉണ്ടാവും, കാരണം അവരുടെ കയ്യിൽ വലിയ ഫ്രൈ പാനൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ള ഫ്രൈ പാനിൻ്റെ സൈസ് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഇത് ചെയ്തെടുക്കാൻ കേട്ടോ. ഞാനിപ്പോൾ ഇത് 3 ഇതേപോലെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ സ്റ്റിക്സിൻ്റെ സൈഡ് നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും, കാരണം ആ ഫ്രൈ പാനിനൊന്ന് പാകമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 സൈഡും ഓവറായിട്ട് നിൽക്കുന്നത് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ, എന്നാലേ നമുക്ക് ആ ഫ്രൈ പാനിൽ വെക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തിട്ട് എടുക്കുക എല്ലാം. ഇനി ഇതിലേറെ ഗ്യാപ്പ് ഇടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഫ്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. എന്തായാലും ഇപ്പോൾ ഇത് റെഡിയായി. ഇനി നമുക്കിതിലേക്കുള്ളൊരു മസാല അല്ല, ഒരു ബാറ്റർ റെഡിയാക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു 3 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ 3 ടീസ്പൂൺ തന്നെ നമ്മുടെ കോൺഫ്ലവറും മൈദയും ഒരേ അളവിലെടുത്താൽ മതി. കോൺഫ്ലവറും 3 ടീസ്പൂൺ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഈ കോൺഫ്ലവർ ഉണ്ടായതുകൊണ്ട് നല്ലൊരു ക്രിസ്പി എഫക്റ്റ് കിട്ടും നമ്മുടെ ഈ പൊട്ടാറ്റോക്ക്. അതിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി ആകുമ്പോൾ കളർ ഉണ്ടാകും, പക്ഷേ വലിയ എരിവ് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ട് നല്ലൊരു ലൂസായിട്ടുള്ള ഒരു ബാറ്ററാക്കി കൊടുക്കണം. കാരണം ഇത് നമ്മൾ അതിലൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒഴിക്കാൻ പറ്റുന്ന രീതിയിലുണ്ട് ഒരു ലൂസ് ബാറ്ററാക്കിയിട്ട് എടുക്കണം. വല്ലാണ്ട് ലൂസ് എന്നല്ല, അത് കാരണം അതിൽ കുറച്ച് കോട്ടാവുകയും വേണം. എന്നാലും നമുക്കിങ്ങനെ എടുത്ത് ഒഴിക്കാൻ പറ്റുന്ന രീതിയിലുണ്ട് ഒരു ബാറ്ററാക്കിയിട്ട് വേണം നമ്മളിതിനെ എടുക്കാൻ. ഒരു കാര്യം കൂടി ചേർക്കാണ്ട് ഞാൻ മറന്നുപോയി പറയാൻ, 1/2 ടീസ്പൂൺ ചാട്ട് മസാല നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ കടയിൽ നിന്ന്. അതൊരു 1/2 ടീസ്പൂൺ, അല്ലെങ്കിൽ അതിലും കുറച്ച് ചേർത്താലും മതി കേട്ടോ. അതോട് ചേർത്തിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. പിന്നെ ഈ ബാറ്ററിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. ചിലർ കോൺഫ്ലവർ മാത്രം വെച്ചിട്ട് ചെയ്യും, ചിലർ കോൺഫ്ലവർ മുളക് പൊടി മാത്രം വെക്കും. നമ്മൾ പലയിടത്തുനിന്ന് കഴിക്കുന്നതിനും പല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി നമുക്ക് ഈ ബാറ്റർ ഇതിലൂടെ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇതിൻ്റെ 2ൻ്റെ സൈഡ് സ്റ്റിക്ക് കട്ട്
ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പിടിക്കാൻ അത്രയ്ക്കങ്ങ് ഇല്ല, ഫ്രൈ പാനിന് പാകാക്കിയതാണ്. അപ്പോൾ ഇതേപോലെ ഒരു കയ്യിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഈ പാത്രത്തിൽ തന്നെ ഇതിങ്ങനെ വെച്ചിട്ട് ഒഴിച്ചാലും മതി കേട്ടോ. പാത്രത്തിൻ്റെ 2 സൈഡിൽ തട്ടുന്ന രീതിയിൽ സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി. എന്തായാലും കംപ്ലീറ്റ് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കണം. ഈ സമയത്ത് തന്നെ നമ്മൾ അവിടെ എണ്ണ ചൂടാക്കാൻ വെക്കണം കേട്ടോ. ഇത് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഞാൻ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിപ്പോൾ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ സൺഫ്ലവർ ഓയിൽ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഫ്ലെയിം സിമ്മിലേക്ക് ഇടുക. സിമ്മിൽ കിടന്നിട്ട് വേണം ഇത് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗം ആകുമ്പോൾ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിടുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു ക്രിസ്പി ആകുന്നത് വരെ നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം ഇതിലിട്ടിട്ട്. അപ്പോൾ തിരിച്ചിടാൻ ഇതുപോലത്തെ സംഭവം ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അല്ലെങ്കിൽ ഒരു 2 ചട്ടകം വെച്ചിട്ട് തിരിച്ചിട്ടാലും മതിയാവും. അപ്പോൾ എല്ലാ സൈഡും ഒരുപോലെ നല്ല ക്രിസ്പി ആകുന്നത് വരെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. എന്നാലേ നമ്മൾ കഴിക്കുമ്പോഴും ആ ഒരു ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ചാട്ട് മസാലയോ മുളക് പൊടിയൊക്കെ വേണമെങ്കിൽ അതിന് മുകളിൽ വിതറി കൊടുക്കുകയും ചെയ്യാം. ചിലയിടത്തുനിന്ന് കഴിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇനി എരിവൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ ജസ്റ്റ് കോൺഫ്ലവറും ഉപ്പും മാത്രം ഇട്ട ബാറ്റർ ഒഴിച്ചാലും മതിയാവും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല എളുപ്പമാണ് റെഡിയാക്കാൻ. അപ്പോൾ വീട്ടിൽ വൈകുന്നേരമൊക്കെ വെറുതെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സംഭവമാണ്. ഇതിന് മുകളിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ മയണൈസൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തൊക്കെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.